വരൂ. അയ്യ, പണി പാളിയല്ലോ. അയ്യോ, പെട്ട് അല്ലേലും കറക്റ്റായിട്ട് ഈ വാസുവിന്റെ കണ്ണിലെല്ലാം പെടും. എന്റെ പൊന്നു വാസു, ഒരു കയ്യപ്പത്തം നാട്ടിക്കല്ലേ. പാവം ആ കാക്ക കിടക്കുന്ന കിടപ്പ് കണ്ടോ. എടാ, ഞാനൊരു പാട്ടല്ലേ പാടിയോളൂ. കരിനാക്കത്തി എന്ത് പാടിയാലും പ്രശ്നം. നീങ്ങി മിണ്ടരുത് കേട്ടല്ലോ, ഒരക്ഷരം നീങ്ങി മിണ്ടരുത്. എന്താന്ന് വാസു നീ എന്താ ഈ പറയണേ? ഞാൻ കരിനാക്കത്തി ഒന്നുമല്ല. അമ്പട വിളിച്ചു, ഞാൻ നേരിട്ട് കണ്ടതല്ലേ. വാസു പോയ ഒരു വല്ലാത്ത കഴിവ് തന്നെ. എന്തൊരു മിന്നലായിരുന്നു. വാസു നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം കുറ്റം. ഒരു കാക്കയും ചത്ത് അതിന്റെ പൂടിയാൻ പോയി. നീങ്ങ വന്നേ. എന്താ അടിക്കള്ളി? മോനിത് ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ല, എന്റെ കരിനാക്ക് വെച്ചിട്ട് നിനക്കിട്ട് ഞാൻ പണി തരും. ഓ ഡാർക്ക് തിരിച്ചടിച്ചാ പിന്നെ അല്ലാണ്ട്. വാ 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 ആടി, അത് പോവാ. ഇവിടെ മൊത്തം മഴ. തെന്നിയടിച്ചങ്ങനെ വീണാണ്ടല്ല മൂക്കിന്റെ ഷേപ്പ് മാറും. എന്റെ പൊന്നുമാൻ ഇവിടെ നടന്നതെങ്ങാനും അകത്തെങ്ങാനും പറഞ്ഞ ബാക്കി അപ്പം അറിയാം. ആ എക്സാം റിസൾട്ടൊക്കെ വരാറായല്ലോ. ഈശ്വരാ ഭഗവാനേ, അരുതേ അരുതേ, അബദ്ധ വാക്കുകളൊന്നും അരുതേ. എന്റെ പൊന്നു പാറുവിന്റെ നാവ് പൊന്നാവട്ടെ. ആ അങ്ങനെ വഴിക്ക് വാ. ഈ മഴയൊക്കെ മാറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കാക്ക കരിഞ്ഞ മണം വരും. അപ്പം അമ്മയും വീട്ടിലുള്ള എല്ലാവരും കൂടി എന്താ പറ്റിയേന്ന് നോക്കി അങ്ങ് ഇറങ്ങും. അപ്പം ഈ കാക്കനെ കാണും. അന്ന് എനിക്ക് ചോദിക്കും, എന്താ പറ്റിയേ ഈ കാക്കയ്ക്ക് എന്താ പറ്റിയേന്ന് ചോദിക്കും. അപ്പം നീ എന്ത് പറയണം? നീ ഒന്നും കണ്ടിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. കാക്ക ഷോക്കടിച്ച് മരിച്ചു, അത്രയേ ഉള്ളൂ. അത് തന്നെ. എന്നാ വാ, നമുക്ക് പോയി ചായ കുടിക്കാം. ചായ മാത്രമാണോ? ഒന്നും തിന്നാനൊന്നുമില്ലേ? അമ്മ കപ്പ ഉണ്ടാക്കുന്നുണ്ട്, കപ്പപ്പുഴുക്ക് കഴിക്കാം. റെഡി? ഓക്കേ. ആന്റി, ഒരു പ്ലേറ്റ് കപ്പപ്പുഴുക്കും കൂടി എടുത്തോ, ഒരു അതിഥിയുണ്ട്. അമ്മ, ആ മക്കളെ ദേ വരുന്നു. എടി കളിപ്പാറ്, നിന്റെ ചേച്ചിയല്ലേ? അവളിപ്പോൾ കാണാൻ പോലും കിട്ടാറില്ല. അവളെ കൊണ്ടേ നേരത്തെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടു. നിന്റെ ചേച്ചി കണ്ടിട്ട് എത്ര നാളായി? ഞാനും കണ്ടിട്ട് കുറേ. എന്നിട്ട് പഠിപ്പും വിവരമൊക്കെ വെച്ചാ? ടോബി ചേട്ടനും പോയിട്ടുണ്ട്. ഏത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാ? അയ്യോ പണിയായ, ഇവന് കാര്യം അറിയില്ലല്ലോ. എന്തായാലും പിഴവിറക്കുന്നേ. ആ അതെന്നെ. എന്താ രണ്ടുപേർക്കൊരു കോച്ചിങ്? രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അടുത്തടുത്തല്ലേ, ഒരുമിച്ചങ്ങ് പോകാലോ. ഒരുമിച്ചെങ്ങും പോകാണ്ടിരുന്നാ മതി. മോനെ കണ്ടിട്ട് കൊറേ ആയല്ലോ, എന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? ഒന്നും പറയണ്ട ആന്റി, വെക്കേഷൻ തുടങ്ങി. പൊരിഞ്ഞ വെയില്, ഒന്നിറങ്ങാന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴ. ഇതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ലല്ലോ. അത് ശരി, അതാണ് കാര്യം. ആന്റി പിന്നെ ഇന്നൊന്നും നോക്കിയില്ല, വീട്ടിലിരുന്ന് ബോറടിച്ച് ഇങ്ങോട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി. സൺസ്ക്രീനും ഉണ്ട്, കൊടയുണ്ട്. മിടുക്കൻ. ആ കപ്പ എടുക്കാടാ, വേഗമേ ഉള്ളൂ. എന്താ ആന്റി ഫേസിലൊരു സങ്കടം ഉണ്ടല്ലോ? നല്ല മഴയല്ലേ, മാളും ഇങ്ങോട്ട് വന്നില്ലല്ലോ, അത് ഓർത്തിട്ടാ. ആണോ? ഞങ്ങളൊന്ന് പോയി നോക്കിയാലോ ആന്റി? എന്നിട്ട് വേണം നിങ്ങളെ തപ്പി വേറെ ആരെങ്കിലും വിടാൻ. ആന്റി എന്തോന്നിത്? അല്ല മക്കളെ, ഇപ്പൊ തന്നെ ആകെ ടെൻഷനാ. നിങ്ങളും കൂടി പോയാൽ പിന്നെയും ടെൻഷനാവും, അത്രേ ഉള്ളൂ. ചേട്ടാ ഈ ആന്റി ഇപ്പൊ ആകെ നെഗറ്റീവ് ആണല്ലോ. ഒരു സമാധാനം ഇല്ലടാ. എന്നാലും എന്താ അവൾ ഇത്ര ലേറ്റ് ആവണേ? മാളു